എറണാകുളത്ത് നിന്ന് അതിരാവിലെ തന്നെ ഞങ്ങളൊരു യാത്ര തിരിച്ചു. എറണാകുളത്ത് നിന്ന് നേരെ പാലക്കാട്. ഇപ്പൊ എവിടെ നോക്കിയാലും ഫുട്ബോളിന്റെ ഫ്ലെക്സുകളാണല്ലോ. ഞങ്ങൾ എന്തായാലും പോകുന്ന വഴി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് സ്റ്റാർ സിംഗറൊക്കെ കണ്ടുകൊണ്ട് യാത്ര തുടരുക. സാരഥി എന്റെ സ്വന്തം ചേട്ടനാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കോടയും മലകളും ആകെ മൊത്തം ഒരു ഭംഗിയായിരുന്നു. ആകാശമൊക്കെ കാണാൻ എന്ത് രസമായിരുന്നറിയോ. കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ പാറി പറക്കുന്ന പോലെയായിരുന്നു. പച്ചപ്പ് കുറിച്ചിരിക്കുന്ന മലകളെ തട്ടിയും തലോടിയും പോകുന്ന കാർമേഘങ്ങൾ. ആഹാ, എന്താ അന്തസ്. അങ്ങനെ സൗന്ദര്യം ആസ്വദിച്ചൊക്കെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പാലക്കാട് എത്തിയട്ടോ. പാലക്കാടിന്റെ ഗ്രാമപ്രദേശങ്ങൾ കാണാനും അതിമനോഹരമായിരുന്നു. പഴയ രീതിയിലുള്ള വീടുകളും അഗ്രഹാരങ്ങളും ആകെ മൊത്തം ഒരു ഒരു വൈബായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താറായി. പണ്ട് ഒരുപാട് തവണ വരണമെന്ന് ആഗ്രഹിച്ചു പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിപ്പോയ ഒരു യാത്രയായിരുന്നത്. പെരുവമ്പ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം. ഇതെന്റെ മുത്തശ്ശന്റെ കുടുംബക്ഷേത്രമാണ്. മുത്തശ്ശന്റെ കൈ പിടിച്ച് ഒരിക്കലെങ്കിലും വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനി ഒരിക്കലും നടക്കില്ല. പകരം അച്ഛനും അമ്മയും ഞാനും ചേട്ടനും ഏട്ടത്തിയും, അതായത് ചേച്ചി, എല്ലാരും കൂടെയാണ് ഇന്നത്തെ യാത്ര. എന്നാലും പപ്പ കൂടെ ഉണ്ടാവും കേട്ടോ. ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് അമ്പലത്തിലാണ്. രണ്ട് സൈഡും പാടം, പിന്നെ അമ്പലത്തിന്റെ ചെറിയൊരു കുളം. അത്ര ചെറുതൊന്നുമല്ല. കട നല്ല ഭംഗിയാണ്. നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. ഇപ്പൊ അമ്പലത്തിന്റെ പണി നടക്കുക. അതുകൊണ്ട് അമ്പലത്തിന്റെ കൂടുതൽ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അമ്പലത്തിനോട് ചേർന്നൊരു കുഞ്ഞു കടയിൽ നിന്ന് ആഹാരം കഴിച്ച് കുറച്ചു നേരം കുളക്കടവിലൊക്കെ ഇറങ്ങി സ്ഥലം മൊത്തത്തിലൊന്ന് ആസ്വദിച്ച് തിരിച്ചു പോകാൻ ഞങ്ങൾ റെഡിയായി. യാത്ര ഇവിടെ തീരുന്നില്ല. ഇവിടെ നിന്ന് ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതിനി അടുത്ത പാർട്ടിൽ കാണാവേ. ഓക്കെ, ബൈ.